ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാർ കളക്ഷൻ എനിക്ക് പരിചയപ്പെടുത്താനാണ്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ കാർ കളക്ഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഈ കാറിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ആദ്യത്തെ തന്നെ നമ്മുടെ ഈ ഡോഡ്ജ് ചലഞ്ചറാണ്, റെഡ് കളർ. ഇത് ചെറുതാണെങ്കിലും ബട്ട് ഇതിൻ്റെ ഡോർ ഓപ്പൺസ് ആണ്. പക്ഷേ ഇത് ഫുൾ ബാക്ക് അല്ല, ഫ്രീ വീൽസ് ആണ്. ഇത് ഇവിടെ സ്റ്റീലും അടിഭാഗം ഫുൾ പ്ലാസ്റ്റിക്കുമാണ്. പിന്നെ ഇതിൻ്റെ ടയർ വരുന്ന റബ്ബറല്ല, ഇതിൻ്റെ ടയർ വരുന്ന പ്ലാസ്റ്റിക് ആട്ടോ. ഇതിൻ്റെ രണ്ട് ഡോറും തുറക്കാക്കും, പക്ഷേ ഡിക്കി ബോണറ്റ് അങ്ങനെ തുറക്കാക്കത്തില്ല. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടി ആട്ടോ. ഈ വണ്ടിയുടെ പേര് എനിക്കും അറിയത്തില്ല. ഇത് ഹോട്ട് വീലാണ്. ഇത് ഹോട്ട് വീലാണ്. ഇതും അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാം, ഹോട്ട് വീലിൻ്റെ ഒന്നും പുൾബാക്കല്ല. അതാണെങ്കിൽ ഇതും പുൾബാക്കല്ല. ഇത് നല്ല ഇതിൻ്റെയും ഡോർ ഓപ്പൺസും കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ അടുത്ത ഹോട്ട് വീലാണ്. ഇതും നല്ല രസമുള്ളൊരു ഇതിനെന്ത് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല രസമുണ്ട്. ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വണ്ടി എന്ന് പറയുന്നത് ഇതാട്ടോ. അപ്പോൾ അടുത്തതും വരുന്ന ഹോട്ട് വീലാണ്. ഇത് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നാട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം വെച്ചാൽ നല്ല ലുക്കുണ്ട് ഇതിന്. ബാക്കിൽ ഇങ്ങനെ ഒരു ട്രക്ക് എന്നാണെന്നും പറയാൻ പിക്കപ്പ് മോളിലൊക്കെ വന്നിട്ട്. പക്ഷെ എനിക്കിതിൽ ഇഷ്ടപ്പെടാനൊറ്റ കാര്യം വെച്ചാൽ അടിയിൽ ഓറഞ്ച് ഇരുന്നു. അത് മാത്രമുള്ള ഒറ്റ പ്രശ്നം. ബാക്കിയെല്ലാം കൊണ്ട് നല്ല ലുക്കാണ്. അടിയിൽ ലിപ്പ് ഫ്രണ്ടിൽ ലിപ്പ്, സൈഡിൽ സ്കേർട്ട് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഞാൻ കട കണ്ടപ്പോൾ വാങ്ങിച്ചാണ്. ഇതിന് 120 രൂപ കേട്ടോ. ഇതൊരു ഓഫ് റോഡിങ് ടൈപ്പ് വണ്ടിയാണ്. ഇതിൻ്റെ ബോഡിയൊക്കെ ഞാൻ ഒരു ടൂര് നോക്കിയാൽ പക്ഷെ ഒരു സെറ്റ് ഉണ്ട്. നമുക്കാണ് ഈ വീലൊക്കെ ഊരാം, പക്ഷെ ഇത് ഫിറ്റ് ചെയ്യത്തില്ല. ഇത് പിന്നെ ഇത് ഫുൾ ബാക്കാട്ടോ. ഇത് കണ്ടോ, നല്ല സ്പീഡുണ്ട്. ഇത് ഞാൻ റോട്ടിൽ നോക്കിയിട്ടുണ്ട് ഫുൾ ബാക്ക് ചെയ്ത്. അടുത്തതെന്ന് പറയുന്ന ഒരു പോർഷ ആട്ടോ. ഇതാണെങ്കിൽ എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നൊരു പോർഷാണ്, ഒരു ബ്ലൂ കളർ. ഇതിൻ്റെ 2 ഡോർസ് ഓപ്പൺ ആണ്. ഇതും ഫുൾ ബാക്ക് ആട്ടോ. പിന്നെ ഇതിൻ്റെ അകത്താണെങ്കിൽ സൗണ്ട് ഒന്നും വരത്തില്ല, ഒരു നോർമൽ കാറാണ്. പിന്നെ അടുത്ത വരുന്നൊരു ഡിഫറൻ്റാണ്. ഇത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ട്. ഇതിലാണെങ്കിൽ സൗണ്ട് ആൻഡ് ലൈറ്റ് കേൾക്കും. പിന്നെ ഇതിൻ്റെ 2 ഡോർസ് ഓപ്പൺ ചെയ്യും കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് ഡിക്കി ഓപ്പൺ ആണ്. ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ആട്ടോ. അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ് തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ ബാക്കിലത്തെ 2 ഡോർ ഓപ്പൺ ചെയ്യത്തില്ല. അപ്പോൾ അടുത്തായിട്ട് വരുന്ന ജീപ്പിൻ്റെ ഒരു റൂബിഗോൺ ആട്ടോ. ഇതാണ് ഈ വാങ്ങിച്ചത്. നമ്മൾ 1200-നാണ് വാങ്ങിച്ചാട്ടോ. ഇതിൻ്റെ ബാക്ക് ഓപ്പൺ ആട്ടോ. ഇതിൻ്റെ ഈ സ്റ്റെപ്പിന് ഉണ്ടോ, ഈ സ്റ്റെപ്പിന് നമുക്ക് ഇവിടുത്തെ സ്ക്രൂ വെച്ച് ഊരി നമ്മുടെ ഏതെങ്കിലും ടയറിന് പ്രോബ്ലം ഇടാം. ഇത് സത്യം പറഞ്ഞ സ്റ്റെപ്പിന് അല്ലായിരുന്നു. ഏതായിരുന്നു? ഈ ടയറായിരുന്നു സ്റ്റെപ്പിന്. ഇത് ഞങ്ങൾ വെറുതെ ഒന്ന് മാറിയിട്ടോ കേട്ടോ. ഇതാണ് ഇവിടുത്തെ റിയൽ ടയർ. പിന്നെ ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ സെൻസർ വർക്കിംഗ് അല്ല. പിന്നെ ഇതിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ട്. ബാക്കിലത്തെ ലൈറ്റ് എത്തും, ഇവിടുത്തെ ലൈറ്റ് നിൽക്കും. നല്ല സൗണ്ടാണ് കണ്ടോ. പിന്നെ ഇതിൻ്റെ ഡോർ തുറക്കുമ്പോൾ സൗണ്ട് വയ്ക്കും കേട്ടോ. ഉണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള വണ്ടിയെ പോലെയല്ല, ബാക്കിലത്തെ ഡോറും തുറക്കാം. ഇത് പിന്നെ ഇതിൻ്റെ ബോണറ്റ് തുറക്കാം കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഓൾ ഡോർസ് ഓപ്പൺ ആണ്. പിന്നെ ഈ ഗ്ലാസ് ടീൻ്റെ നമ്മൾ ഒരു വട്ടം തുറക്കാൻ നോക്കിയായിരുന്നു, പക്ഷെ തുറക്കാൻ ഒക്കെയില്ല കേട്ടോ. അപ്പോൾ നല്ല ഡീറ്റെയിലിംഗ് ആട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ അടുത്തായിട്ടുള്ളൊരു BMW M4 ആട്ടോ. ഇത് ഞാൻ വാങ്ങിച്ച 1000 രൂപയ്ക്കാണ്. 1000 രൂപയ്ക്ക് സാധനം നല്ല ലാഭമാണ്. പിന്നെ ഇത് നമ്മുടെ ഡിഫൻഡറിനെ റൂബിഗോണിനെ പോലെയല്ല. ഇത് ഡയറക്റ്റ് ഇതിൻ്റെ ബോണറ്റ് തുറക്കത്തില്ലാണ്ട് അടിയിൽ ഇവിടെ ഇങ്ങനെ സ്വിച്ച് കേട്ടോ. നമുക്ക് ഈ സ്വിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ബോണറ്റ് ചെറുതായിട്ടൊന്ന് പൊന്തും. അപ്പോൾ നമുക്കിങ്ങനെ ഞെക്കാം. ഇതാണ് അതിൻ്റെ ഇതിങ്ങനെ ആകുമ്പോഴാണ് തുറക്കുന്നത്. ഇതിൻ്റെ അകത്ത് നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്, നല്ല ഡീറ്റെയിലിംഗ്. പിന്നെ ഇതിലും ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ട്. ഇതിൻ്റെ ബാക്കിലത്തെ ലൈറ്റ് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ 2 ഡോറും നമുക്ക് തുറക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഉള്ളതിൽ നല്ല രീതിക്ക്, അതായത് ലൈറ്റ് ആൻഡ് സൗണ്ട് കേൾക്കുന്നതിൽ നല്ല രീതിക്ക് സൗണ്ട് ഉള്ള ഈ സാധനം ഞാൻ. പിന്നെ ഉണ്ട് BMW എംബ്ലം. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ നല്ല രീതിക്ക് ഡീറ്റെയിലിങ് കേട്ടോ. പിന്നെ
ഇതിൻ്റെ ഡിക്കി നമുക്ക് തുറക്കാം. എൻ്റെ ഉള്ളതിൽ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഉള്ള വണ്ടി ഏതാണെന്ന് വെച്ചാൽ പറയും BMW ആണ്. പിന്നെ ഇവിടെ M4 എന്നാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നിൽക്കുന്നുണ്ടോ എന്ന് പറഞ്ഞൂടെ വീഡിയോയിൽ M4 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എൻ്റെ കയ്യിലുള്ള വണ്ടികളിലൊക്കെ സെറ്റ് അലോയ് ഏതാണെന്ന് വെച്ചാൽ പറയും നിസാൻ്റെയും BM-ൻ്റെ അലോയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച കാർക്കാഴ്ച എന്ന് വരും. ഇതാണ് ഞാൻ വാങ്ങിച്ച എൻ്റെ പുതിയ കാർസ്. എൻ്റെ പഴയ കാർസൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ച് കാർസും കൂടി വരാനുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ ഇനി ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ.